ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ് ICSEയുടെ 10th ജോഗ്രഫി എന്നുള്ള ക്ലൈമറ്റിൻ്റെ പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ പാർട്ട് 1 നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഓക്കെ, അപ്പോൾ പാർട്ട് 1 നമ്മൾ പറഞ്ഞത് ഇന്ത്യയുടെ ക്ലൈമറ്റിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിച്ചു. പിന്നെ ഇന്ത്യൻ ക്ലൈമറ്റിൻ്റെ വിൻഡ്സ്, ഏതൊക്കെ വിൻഡുകളാണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ട് പഠിച്ചത് എന്താണ്? മൺസൂണാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് 2 തരത്തിലുള്ള മൺസൂണാണ് ഇന്ത്യയിലുള്ളത്. ഏതൊക്കെ മൺസൂണാണുള്ളത്? സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണുമാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പടത്തിൽ കാണുന്ന ആ 2 പടം കണ്ടോ? ഇന്ത്യയുടെ ആ പടം. ഓക്കെ, അതിനകത്ത് കുറച്ച് ആരോസും കാണിച്ചിട്ടുണ്ട്. ആ ആരോസ് എന്ന് പറയുന്നത് മൺസൂണാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി പറയുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, മൺസൂണാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ഫിഗറിനകത്ത് ആ ചുവപ്പ് ആരോ കാണിച്ചിരിക്കുന്നത് ആദ്യത്തെ മൺസൂണാണ്. അതാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ആ വളയുന്ന കണ്ടോ നിങ്ങൾ? അതായത് സൗത്തിൽ നിന്ന് കയറുന്നു, ഇന്ത്യയുടെ സൗത്ത് ഡയറക്ഷനിൽ നിന്ന് കയറി എങ്ങോട്ട് പോകുന്നു? വെസ്റ്റിലോട്ട് പോകുന്നു. വെസ്റ്റ് ആ ഒരു ഹിമാലയം ഭാഗത്തോട്ടൊക്കെ പോകുന്നു. ഓക്കെ, ഇന്ത്യയുടെ നടുക്കൂടെ കയറി ഹിമാലയ ഭാഗത്തോട്ട് പോകുന്നു. അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? സീയിൽ നിന്നും ലാൻഡിലോട്ടായിരിക്കും വീശുന്നത്. ഓക്കെ, ആ ഒരു ഭാഗത്താണ് നമ്മുടെ കേരളത്തിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടോ ആ കാറ്റ്? ആ ഒരു കാറ്റിൽ നിന്നാണ് കേരളത്തിൽ നല്ല മഴ ലഭിക്കുന്നത്. അപ്പോൾ സീ ടു ലാൻഡ് ആണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. അപ്പോൾ സൗത്ത് വെസ്റ്റ്, ആ എസ് എന്നുള്ളത് പറഞ്ഞ എങ്ങോട്ടാണ്? സീ ടു ലാൻഡാണ് സൗത്ത് വെസ്റ്റ്. ഇനി നോർത്ത് ഈസ്റ്റ് മൺസൂൺ എങ്ങനെയാണ്? രണ്ടാമത്തെ പടം കണ്ടോ? ആ രണ്ടാമത്തെ പടത്തിലാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ കാണിച്ചിരിക്കുന്നത്. അതായത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വീശുന്നു, നോക്കേ, തിരിച്ച് വീശുന്നു അല്ലേ? നേരത്തെ മേലോട്ട് കയറിപ്പോയത് ഇപ്പോൾ താഴോട്ട് വീശുന്നു. അതാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. ഓക്കെ, അത് എങ്ങോട്ടാണ് വീശുന്നത്? ലാൻഡ് ടു സീലാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വീശുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇത്രയും അറിഞ്ഞിരിക്കുക. അപ്പോൾ 2 തരത്തിലുള്ള മൺസൂണാണ് ഇന്ത്യയിൽ മഴ പെയ്യുന്നത്. സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും. സൗത്ത് വെസ്റ്റ് മൺസൂൺ സീ ടു ലാൻഡ് ആയിരിക്കും, നോർത്ത് ഈസ്റ്റ് മൺസൂൺ ലാൻഡ് ടു സീ ആയിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ഇനി പഠിക്കും. ഓക്കെ, ഇനി മൺസൂൺ അല്ലാതെ നമുക്ക് എന്ത് ലഭിക്കുന്നു? മഴ ലഭിക്കുന്നു. മൺസൂണിൽ നിന്നല്ലാതെ ഇന്ത്യയുടെ ചില ഭാഗത്ത് മഴ ലഭിക്കുന്നുണ്ട്. അതൊരു പ്രത്യേക തരത്തിലുള്ള കാറ്റാണ്. ആ കാറ്റിൻ്റെ പേരാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞൊരു കാറ്റുണ്ട്. ആ കാറ്റ് എവിടെ നിന്ന് വരുന്നതെന്ന് അറിയാമോ? അതായത് നമുക്കറിയാം, നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡം അറിയാമല്ലോ. ആ ഏഷ്യ ഭൂഖണ്ഡം അറിയാം, യൂറോപ്പൊക്കെ അറിയാം. നിങ്ങൾ ആ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു തുർക്കി ആ ഭാഗത്തൊക്കെ ഉള്ള ആ ഒരു ടർക്കി എന്നൊക്കെ എഴുതിയിരിക്കുന്ന ആ ഭാഗം നോക്കേ, തുർക്കി, ഇസ്രായേൽ, ആ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉള്ളൊരു സീ ആണ് മെഡിറ്ററേനിയൻ സീ. ആ മെഡിറ്ററേനിയൻ സീയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് വരുന്ന കാറ്റ് ഈ ഏഷ്യ ഫുള്ള് വീശുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏഷ്യ മൊത്തവും വീശുന്ന കാറ്റ് നമ്മുടെ ഇന്ത്യയിലും എത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ കയറുന്ന നോക്കേ, ആ ചുവപ്പ് ആരോ നോക്കേ, ഇന്ത്യയിൽ കൂടെ ഏത് സംസ്ഥാനത്തോടെ കയറുന്നത്? രാജസ്ഥാൻ, പഞ്ചാബ്, ആ ഒരു സ്റ്റേറ്റിലൂടെയാണ് കയറുന്നത്. കാരണം അവിടെ തടഞ്ഞു നിർത്താൻ ആരും ഇല്ല, അവിടെ ഹിമാലയൊന്നുമില്ല. അപ്പോൾ ഹിമാലയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കാറ്റ് നേരെ ഇങ്ങ് വരും. ഓക്കെ, അപ്പോൾ അത് നല്ല കോൾഡ് കാറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു രാജസ്ഥാൻ, പഞ്ചാബ് മേഖലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് നോർത്തേൺ സ്റ്റേറ്റിൽ മഴ പെയ്യുന്നതിന് കാരണമാകുന്നത് എന്താണ്? വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എവിടെ നിന്നാണ് വരുന്നത്? സെൻട്രൽ ഏഷ്യയിൽ നിന്ന്, അതായത് മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് വരുന്ന കാറ്റാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് അറിഞ്ഞു വെച്ചാൽ മതി. അത് എവിടെ മഴ പെയ്യുന്നു? നോർത്തിൽ മഴ പെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ക്ലൈമറ്റ്. എന്തൊക്കെ ഫീച്ചറുകളാണ് ഉള്ളത്? ഇന്ത്യൻ ക്ലൈമറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തത്, അത് ട്രോപ്പിക്കൽ മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ്. ഓക്കെ, എന്താണ്? ട്രോപ്പിക്കൽ മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ് ഇന്ത്യക്കുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ട്രോപ്പിക് എന്നും മൺസൂൺ ടൈപ്പ് എന്ന് പറയുന്നത്. മൺസൂൺ കാറ്റ് കാരണമാണ് ഇവിടെ മഴ ഉണ്ടാകുന്നത്. അടുത്തത്, രണ്ടാമത്തത് എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ഇൻ ക്ലൈമറ്റിക് കണ്ടീഷൻ. ഡൈവേഴ്സിറ്റി എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള ക്ലൈമറ്റാണ് പല അവസരങ്ങളിൽ നമുക്ക് കിട്ടുന്നത്. അതായത്
ഒരു 4 മാസം കഴിയുമ്പോൾ മഴയും 4 മാസം കഴിയുമ്പോൾ ചൂടും 4 മാസം കഴിയുമ്പോൾ തണുപ്പും പിന്നെ വീണ്ടും എന്താണ് നല്ല മഴയൊന്നും ഇല്ലാത്ത തെളിഞ്ഞ അന്തരീക്ഷമൊക്കെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഡൈവേഴ്സിറ്റി ഉണ്ട് ക്ലൈമറ്റിനകത്ത്. ഓക്കെ, അത് രണ്ടാമത്തെ പോയിൻ്റാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മൺസൂൺ മെക്കാനിസം ഡോമിനേറ്റ്സ് ദ ക്ലൈമറ്റ്. ഓക്കെ, മൺസൂൺ ആണ് ഇന്ത്യയിലെ ഭൂരിഭാഗവും എന്താണ് മഴ പെയ്യ്ക്കുന്നതും ഒക്കെ എന്താണ് ഇടിയും മിന്നലും കാറ്റൊക്കെ കൊണ്ടുവരുന്നത് എന്താണ് മൺസൂൺ തന്നെയാണ്. അടുത്തത് പ്രസൻസ് ഓഫ് 4 ഡിസ്റ്റിങ്ക്റ്റ് സീസൺ ഇൻ ദ ഇയർ. ഓക്കെ, അതുകൊണ്ട് 4 ഡിസ്റ്റിങ്ക്റ്റ് സീസൺ ഇന്ത്യയിലുണ്ട്. അതായത് ഹോട്ട്, കോൾഡ് അങ്ങനെയുള്ള 4 സീസൺസ് ഇന്ത്യയിലുണ്ട്. അടുത്തത് ട്രോപ്പിക്കൽ ഡിപ്രഷൻ ഓർ ബേ സൈക്ലോൺസ് ഇൻ ലേറ്റ് മൺസൂൺസ്. അതായത് എന്താണ് നമുക്ക് ട്രോപ്പിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തും എന്തുണ്ടാകുന്നത് സൈക്ലോൺസ്, അതായത് കൊടുങ്കാറ്റ് വീശി അടിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനത്ത് എന്തുണ്ടാകുന്നുണ്ട്, ഒരുപാട് കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗമാണ് ഈ സംസ്ഥാനങ്ങളൊക്കെ. അപ്പോൾ ബേ ഓഫ് ബംഗാളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാകുന്നത് സൈക്ലോൺസ് പോലുള്ള ഇതുണ്ടാകുന്നത്. മാത്രമല്ല ട്രോപ്പിക്കൽ ഡിപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു പ്രഷർ കുറയുന്ന അവസ്ഥ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു ന്യൂനമർദ്ദം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, പത്രത്തിലേക്ക് വായിച്ചിട്ടില്ലേ ന്യൂനമർദ്ദം. ആ ന്യൂനമർദ്ദം വന്നു കഴിഞ്ഞാൽ എന്താണ് കൊടുങ്കാറ്റ് വരാനുള്ള സാധ്യതയാണ് ന്യൂനമർദ്ദം. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വെസ്റ്റേർലി ഡിപ്രഷൻ കോസിങ് റെയിൻഫാൾ ഡ്യൂറിങ് വിൻ്റർ ഇൻ നോർത്ത് ഇന്ത്യ. അപ്പോൾ വെസ്റ്റേർലി ഡിപ്രഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് തന്നെയാണ്. ഓക്കെ, നോർത്ത് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റെയിൻഫാളിന് കാരണമാകുന്നത് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ആണ്. അത് നോർത്ത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം പഞ്ചാബ്, രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ റെയിൻഫാൾ, വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് കൊണ്ടുള്ള റെയിൻഫാൾ. അപ്പോൾ ഇത്രയും 6 ഫാക്ടേഴ്സ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചോ. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ക്ലൈമറ്റ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ സീസണുകളെ കുറിച്ചാണ്. അതായത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും 4 സീസൺസാണ് ഉള്ളത്. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഒന്നാമത്തെ സീസൺ എന്ന് പറയുന്നത് കോൾഡ് വെതർ സീസണാണ്. കോൾഡ് വെതർ സീസൺ എവിടെ തൊട്ട് എവിടം വരെയാണ്? ഫ്രം ഡിസംബർ ടു ഫെബ്രുവരി ആണ്. ഓക്കെ, ഫ്രം ഡിസംബർ ടു ഫെബ്രുവരി. അടുത്ത ഹോട്ട് ഡ്രൈ സീസൺ എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള സീസൺ ആയിരിക്കും. ചൂട് നമ്മൾ എപ്പോഴാണ് അനുഭവപ്പെടുന്നത്? നമ്മൾ ഓക്കെ, അപ്പം മാർച്ചിലല്ലേ നമുക്ക് സ്കൂളിലൊക്കെ അവധി കിട്ടുന്നത്. അപ്പോൾ ചൂട് സീസണാണ് എന്താണ് മാർച്ച് ടു മെയ്. അപ്പോൾ അടുത്ത സീസൺ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണാണ്. അതായത് മൺസൂൺ സീസൺ എന്ന് വിളിക്കും, അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ വിളിക്കും. ജൂൺ ടു സെപ്റ്റംബർ. ഓക്കെ, ഈ മാസങ്ങളിൽ മഴയല്ലേ മൊത്തവും. ഓക്കെ, അത് ജൂൺ ടു സെപ്റ്റംബർ എന്താണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ്. അടുത്ത സീസൺ എന്ന് പറഞ്ഞാൽ മൺസൂണിൻ്റെ വിടവാങ്ങൽ എന്ന് പറയും. ദാറ്റ് ഈസ് മൺസൂണിൻ്റെ റിട്രീവിങ് മൺസൂൺ എന്ന് വിളിക്കും. റിട്രീറ്റിംഗ് മൺസൂൺ, അതായത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. 2 മൺസൂൺ എന്ന് പറയല്ലേ, അതിനകത്ത് റിട്രീറ്റിംഗ് മൺസൂൺ ആണ് അടുത്ത മാസങ്ങളിൽ, അതായത് ഒക്ടോബർ ടു നവംബർ മാസങ്ങളാണ്. ഓക്കെ, അപ്പോൾ റിട്രീറ്റിംഗ് മൺസൂൺ ആണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അത് ഒക്ടോബർ ടു നവംബർ മാസങ്ങളിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് 4 സീസൺസ്. ഈ 4 സീസണിൻ്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോണം. 1 വേർഡൊക്കെ ആയിട്ട് ചോദിക്കാം, ഏതൊക്കെയാണ് 4 സീസൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോൾഡ് സീസൺ, ഹോട്ട് സീസൺ, സൗത്ത് വെസ്റ്റ് മൺസൂൺ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ. ഇനി നമുക്ക് ഈ ഓരോ മാസങ്ങളും ഈ ഓരോ സീസണും എന്താണ് എന്ന് പഠിക്കാം. അത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് നമുക്കറിയാമല്ലോ. എന്താണ് നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സീസൺ നോക്കാം, കോൾഡ് സീസൺ. ഓക്കെ, കോൾഡ് സീസൺ. അപ്പോൾ കോൾഡ് സീസണിനകത്ത് നമുക്ക് അറിയാം ഡിസംബർ. അപ്പോൾ നമുക്കറിയാം നല്ല ഡിസംബർ മാസത്തിലൊക്കെ നല്ല തണുപ്പായിരിക്കും അല്ലയോ. ഇപ്പോൾ തണുപ്പ് എവിടം വരെ കാണും? നല്ല ഡിസംബർ കാണും, ജനുവരി കാണും, പിന്നെ ഫെബ്രുവരിയിലൊക്കെ കാണും. ക്രിസ്മസ് മാസമൊക്കെ അല്ലേ, അപ്പോൾ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഒരു കോൾഡ് സീസണെ പറ്റി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം അതിനകത്തുള്ള വെതർ കണ്ടീഷൻ എന്താണെന്ന് എഴുതണം, അതിനകത്തുള്ള ടെമ്പറേച്ചർ എഴുതണം, അതിനകത്തുള്ള പ്രധാനപ്പെട്ട വിൻഡ് ഏതൊക്കെയാണെന്ന് എഴുതണം. അതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, റെയിൻഫാൾ എങ്ങനെയാണെന്നൊക്കെ എഴുതണം. അതാണ് ഒരു പ്രധാനമായിട്ട് നിങ്ങളുടെ കോൾഡ് സീസൺസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. അപ്പോൾ കോൾഡ് സീസണിനകത്ത് വെതർ കണ്ടീഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ സ്കൈസ്, ഫൈൻ കൂൾ വെതർ, ലൈറ്റ് നോർത്ത്ലി വിൻഡ്സ് ആൻഡ് ലോ ഹ്യൂമിഡിറ്റി ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് സീസൺ. അപ്പോൾ എന്താണ് ഇവിടെ
ക്ലിയർ സ്കൈ ആയിരിക്കും. നമ്മുടെ ആകാശത്ത് അത്രയും നല്ല കാർമേഘങ്ങളോ ഒന്നും കാണില്ല. നല്ല ക്ലിയർ സ്കൈ ആയിരിക്കും. ഓക്കെ. മാത്രമല്ല വളരെ ലൈറ്റായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൂൾ വെതറായിരിക്കും. നല്ല തണുത്ത അന്തരീക്ഷമായിരിക്കും അല്ലേ. മാത്രമല്ല മോയിസ്ചർ വളരെ കുറവായിരിക്കും, അതായത് ഹ്യൂമിഡിറ്റി വളരെ കുറവായിരിക്കും. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ജലം, അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ മോളിക്യൂൾസ് ഇല്ലേ, അതിൻ്റെ അളവാണ് ഹ്യൂമിഡിറ്റി. അപ്പോൾ തണുപ്പ് കാലത്ത് വാട്ടർ മോളിക്യൂൾ വളരെ കുറവായിരിക്കും. നിങ്ങൾ വിചാരിക്കും വാട്ടർ മോളിക്യൂൾ കൂടുതലാണെന്നല്ല, വാട്ടർ മോളിക്യൂൾ വളരെ കുറവായിരിക്കും. ഓക്കെ. അപ്പോൾ വളരെ ലോ ഹ്യൂമിഡിറ്റി ആയിരിക്കും. മാത്രമല്ല നല്ല ചെറിയ വിൻഡായിരിക്കും അടിക്കുന്നത്. ഓക്കെ, ലൈറ്റ് വിൻഡായിരിക്കും അവിടെ വരുന്നത്. അതാണ് വെതർ കണ്ടീഷനകത്ത് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ അതാണ് വെതർ കണ്ടീഷൻ. ഇനി അടുത്തത് ടെമ്പറേച്ചറിനെ പറ്റി പറയാം. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡ്യൂ ടു ലാറ്റിറ്റ്യൂഡ് ടെമ്പറേച്ചർ ഇൻ ജനറൽ ഡിക്രീസസ് ഫ്രം സൗത്ത് ടു നോർത്ത്. The average temperature is below 21 degrees Celsius is very low at high altitudes of north where the snow falls. January is the coldest month. അപ്പോൾ എന്താണ് ഇവിടെ 21 ഡിഗ്രി സെൽഷ്യസ് വരെ ആവറേജ് ടെമ്പറേച്ചർ താഴും. അതാണ് പോയിന്റ്. ഓക്കെ, 21 ഡിഗ്രി സെൽഷ്യസ് വരെ ഇന്ത്യയുടെ ടെമ്പറേച്ചർ, ഇന്ത്യയുടെ ആ ലാൻഡിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? താഴുന്നു. മാത്രമല്ല ഏതാണ് കോൾഡസ്റ്റ് മന്ത്? ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസത്തിലെ കോൾഡസ്റ്റ് മന്ത് ഏതാണ്? ജനുവരിയാണ്. ഓക്കെ, ജനുവരിയാണ് ഏറ്റവും കോൾഡസ്റ്റ് മന്ത്. The places in interior are also comparatively colder due to എന്താണ് continentality. Okay, the places in interior are also comparatively colder due to continentality. അതായത് നമ്മുടെ ഇൻറ്റീരിയറിൽ, അതായത് ഇന്ത്യയുടെ ഒരു നടുക്ക് ഭാഗം, ഈ കടലുമായിട്ട് ബന്ധമില്ലാത്ത ഭാഗമാണ് പറയുന്നത്. ആ ഒരു ഭാഗത്ത്, അതായത് മധ്യപ്രദേശ് ആ പോലുള്ള ഭാഗങ്ങൾ, ഉത്തർപ്രദേശ് പോലുള്ള ഭാഗങ്ങളിൽ കടലുമായിട്ട് ബന്ധമില്ല. അപ്പോൾ എന്താണ്, അവിടെ നല്ല തണുപ്പായിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. ചെന്നൈ, വാരണാസി, ശ്രീനഗർ പോലുള്ള ഭാഗങ്ങളിൽ നല്ല തണുപ്പാണ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ എന്താണ് തണുപ്പിൻ്റെ ടെമ്പറേച്ചർ ഒന്നും നിങ്ങൾ പഠിച്ചു നോക്കേണ്ട കാര്യമില്ല. ടെമ്പറേച്ചർ പറഞ്ഞാൽ എഴുതുന്നത് 21 ഡിഗ്രി സെൽഷ്യസ് ആണ് ആവറേജ് ടെമ്പറേച്ചർ. മാത്രമല്ല ഏറ്റവും ജനുവരിയാണ് കോൾഡസ്റ്റ് മന്ത്. അത് 2 പോയിൻറ്റും എഴുതിയാൽ മതി. പിന്നെ എന്ന് പറയുന്നത് പ്രഷറാണ്. പ്രഷറിനകത്ത് പറയാനുള്ളത് ദ ലാൻഡ് കൂൾസ് ഫാസ്റ്റർ ദാൻ ദ സീ. ഓക്കെ, ആസ് എ റിസൾട്ട് ഹൈ പ്രഷർ ഡെവലപ്സ് ഓവർ ദ സെൻട്രൽ ഏഷ്യ ആൻഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദ ഹിമാലയാസ് എ സബ്സിഡറി ഹൈ പ്രഷർ ഏരിയ ഡെവലപ്സ് ഓവർ ദ പ്ലെയിൻ ഇൻ ദ നോർത്ത് വെസ്റ്റ്. സീ ഈസ് റിലേറ്റീവ്ലി വാം ആൻഡ് ഈസ് റീജിയൻ ഓഫ് ലോ പ്രഷർ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രഷർ ആൻഡ് വിൻഡാണ് നമുക്ക് പറയേണ്ടത്. രണ്ട് ചേർത്ത് പറയാം, കാരണം പ്രഷറിൻ്റെ വേരിയേഷൻസ് കൊണ്ടാണ് വിൻഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അതായത് കോൾഡ് സീസണിൽ നമ്മുടെ ലാൻഡ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു? തണുക്കുന്നു. അപ്പോൾ ലാൻഡിനകത്ത് ഭയങ്കര തണുപ്പാണ്. ഓക്കെ, പക്ഷേ സീൽ എന്തല്ല, സീൽ അത്രയും തണുപ്പില്ല. അപ്പോൾ ലാൻഡും സീയും എടുത്തു കഴിഞ്ഞാൽ ലാൻഡിലാണ് ഏറ്റവും കൂടുതൽ തണുപ്പ്. അറിയാലോ, തണുപ്പ് കൂടിയ സ്ഥലത്താണ് ഹൈ പ്രഷർ അനുഭവപ്പെടുന്നത്. ഓക്കെ, തണുപ്പ് കൂടിയ സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഹൈ പ്രഷർ അനുഭവപ്പെടുന്നത്. നമുക്കറിയാലോ, ഊട്ടി, കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ ഹൈ പ്രഷറാണ് അവിടെ. അപ്പോൾ സീൽ എന്താണ്? സീൽ ലോ പ്രഷറുമാണ്. അപ്പോൾ കാറ്റ് എങ്ങോട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്? കാറ്റ് ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലോട്ടാണല്ലോ ഫ്ലോ ചെയ്യുന്നത്. അത് നിങ്ങൾക്കറിയാലോ, കാറ്റ് എപ്പോഴും ഹൈയിൽ നിന്നും ലോ പ്രഷറിലോട്ടാണ് ഫ്ലോ. ഓക്കെ, അപ്പോൾ വിൻഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡ് സ്റ്റാർട്ട് ബ്ലോയിങ് ഫ്രം ദ ഹൈ പ്രഷർ ഏരിയ ഓവർ ദ ലാൻഡ് ടു ദ ലോ പ്രഷർ ഏരിയ ഓവർ ദ സീ ഇൻ ജനറൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ ദീസ് ആർ ഓഫ് ഷോർ വിൻഡ് ആൻഡ് നോർമലി ഡു നോട്ട് ബ്രിങ് റെയിൻ ആസ് ദേ ബ്ലോ ഫ്രം ദ ലാൻഡ്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ ഹൈ പ്രഷർ ലാൻഡിലാണ് ഹൈ പ്രഷർ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കരയിലാണ് ഹൈ പ്രഷർ ഉള്ളത്, സീയിൽ ലോ പ്രഷറുമാണ്. അപ്പോൾ കാറ്റ് എവിടുന്ന് ഫ്ലോ ചെയ്യും? ലാൻഡിൽ നിന്ന് സീയിലോട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ വിൻഡിനെ വിളിക്കുന്ന പേര് ഓഫ് ഷോർ വിൻഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിനെ ഓഫ് ഷോർ വിൻഡ് എന്നാണ് വിളിക്കുന്നത്. ഓഫ് ഷോർ എന്ന് പറഞ്ഞാൽ കരയിൽ നിന്ന് വീശുന്ന കാറ്റെന്നാണ് ഓഫ് ഷോർ വിൻഡിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അതാണ് വിൻഡിനകത്ത് നിങ്ങൾ എഴുതാനുള്ളത്. അപ്പോൾ പ്രഷറും വിൻഡും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ. പ്രഷറിനകത്ത് എന്ത് എഴുതും? പ്രഷർ എന്ന് പറയുന്നത് ലാൻഡ് കൂൾ ഫാസ്റ്റ്, അതുകൊണ്ട് ഹൈ പ്രഷർ ലാൻഡിലായിരിക്കും, സീയിൽ ലോ പ്രഷറായിരിക്കും. കാറ്റ് എങ്ങോട്ട് വീശും? ലാൻഡിൽ നിന്ന് സീയിലോട്ട് വീശും. അങ്ങനെ ഓഫ് ഷോർ വിൻഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത്ര എഴുതിയാൽ മതി.
ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്തത് വിൻ്റർ റെയിൻഫാൾ ആണ്. വിൻ്റർ റെയിൻഫാൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡിസംബർ ടു ഫെബ്രുവരി മാസത്തിൽ എങ്ങനെയാണ് മഴ പെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് മഴ പെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ offshore winds bring no rainfall to most parts of India. However, Tamil Nadu receive rain from the northeast monsoon as the winds pick moisture when crossing Bay of Bengal. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നോർത്ത് ഈസ്റ്റ് മൺസൂണിൽ കാറ്റ് വീശുമെങ്കിലും, അതായത് ഈ ഓഫ് ഷോർ വിൻഡ് വീശുമെങ്കിലും അതിനകത്ത് മോയ്സ്ചർ ഒന്നും കാണില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കോൾഡ് സീസണിൽ നമ്മുടെ എയറിനകത്ത് മോയ്സ്ചർ വളരെ കുറവായിരിക്കും. മോയ്സ്ചർ ഉണ്ടെങ്കിൽ മാത്രമേ മഴ പെയ്യൂ. അപ്പോൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുന്നു, ഈ വിൻഡിനകത്ത് മോയ്സ്ചർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മഴയൊന്നും അങ്ങനെ കിട്ടാറില്ല. ഓക്കെ, പക്ഷേ ഈ തമിഴ്നാടിൻ്റെ ചില ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മഴ പെയ്യും. അത് നോർത്ത് ഈസ്റ്റ് മൺസൂണിൻ്റെ ഇത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഇല്ലേ, നോർത്ത് ഈസ്റ്റ് മൺസൂണിൻ്റെ ഭാഗമായിട്ട് ചെറിയ മഴ പെയ്യും. ഓക്കെ, അത് എന്താണെന്ന് ഇനി അടുത്ത സീസണിനകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി. തമിഴ്നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, നോർത്ത് ഈസ്റ്റ് മൺസൂൺ പ്രകാരം കുറച്ച് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എവിടെയൊക്കെയാണ് മഴ പെയ്യുന്നതെന്നാണ് അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ദ തമിഴ്നാട് കോസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ്. അപ്പോൾ നിങ്ങൾ പറയേണ്ടത് തമിഴ്നാട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെ മഴ പെയ്യുന്നു എന്നാണ് പറയേണ്ടത്. അപ്പം ഞാൻ എന്തായാലും പറയാം. അതായത് നമുക്ക് രണ്ട് തരത്തിലുള്ള മൺസൂൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉണ്ട്, നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഉണ്ട്. നോർത്ത് ഈസ്റ്റ് മൺസൂൺ എങ്ങനെയാണ്, ഇതാ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നുണ്ടോ, ആ ബേ ഓഫ് ബംഗാൾ കൂടെ വരുന്ന കാറ്റാണ്. ബേ ഓഫ് ബംഗാൾ കൂടെ താഴോട്ട് വരുന്ന കാറ്റ് കണ്ടോ, അതാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അതെങ്ങോട്ടാണ് വരുന്നത്, ഇതോ നമ്മുടെ കേരളത്തിൻ്റെ അടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലോട്ടാണ് അത് വരുന്നത്. ഓക്കെ, ആ നോർത്ത് ഈസ്റ്റ് മൺസൂൺ കാറ്റ് എന്തുമായിട്ട് മിക്സ് ചെയ്യും, നമ്മുടെ ഓഫ് ഷോർ വിൻഡില്ലേ, ലാൻഡിൽ നിന്ന് സീലോട്ട് അടിക്കുന്ന വിൻഡ്, ആ മോയ്സ്ചർ ഇല്ലാത്ത വിൻഡുമായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വലിയ കാറ്റായി മാറി ആ തമിഴ്നാട് മൊത്തവും മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, അതാണ് വിൻ്റർ റെയിൻഫാളിന് കാരണമാകുന്നത്. തമിഴ്നാട്ടിൽ വിൻ്റർ റെയിൻഫാളിന് കാരണമാകുന്നത് ഈ മിക്സിംഗ് ആണ്. അതായത് നോർത്ത് ഈസ്റ്റ് മൺസൂണിൻ്റെ മൺസൂൺ കാറ്റും ബേ ഓഫ് ബംഗാൾ എന്ന് എഴുതിക്കുന്നുണ്ടോ, ഞാൻ ആ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ആ ബേ ഓഫ് ബംഗാൾ കൂടെ താഴോട്ട് ആരായിട്ട് കാണിച്ചിരുന്നുണ്ടോ, ആ കാറ്റ് താഴോട്ട് വരികയാണ്. ഓക്കെ, അതാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അപ്പോൾ ആ കാറ്റും നമ്മുടെ ഈ ഓഫ് ഷോർ വിൻഡും കൂടെ മിക്സ് ചെയ്തിട്ട് എന്തുണ്ടാവും, വലിയൊരു റെയിൻഫാൾ തമിഴ്നാട്ടിൽ ഉണ്ടാകും. ഏകദേശം 70 സെൻറ്റിമീറ്റർ റെയിൻഫാളാണ് എവിടെ കിട്ടുന്നത്, നമ്മുടെ തമിഴ്നാട്ടിൽ കിട്ടുന്നത്. ഓക്കെ, അവിടെയാണ് കുറേ എന്താണ് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നത് ആ സീസണിലാണ് തമിഴ്നാട്ടിലൊക്കെ. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ എങ്ങനെയാണ് റെയിൻഫാൾ എന്നാണ് പറയുന്നത്. നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ പാർട്സ് ഓഫ് പഞ്ചാബ്, ഹരിയാന, ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്, നോർത്ത് ഈസ്റ്റ്, നോർത്തേൺ രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് ആൻഡ് ദ വെസ്റ്റേൺ ഉത്തർപ്രദേശ് റിസീവ് ലൈറ്റ് ടു മോഡറേറ്റ് അറ്റ് ടൈംസ് ഈവൻ ഹെവി റെയിൻഫാൾ 5 to 7 centimeter due to the westerly depression, temperate cyclones coming from the Mediterranean Sea. These are cyclonic. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, ഇത്രയേ ഉള്ളൂ. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ, അതായത് പഞ്ചാബ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ പോലുള്ള സ്റ്റേറ്റുകളിൽ മഴ ലഭിക്കും. എങ്ങനെയാണ് മഴ ലഭിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് മൂലമാണ് അവിടെ മഴ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എഴുതിയാൽ മതി. അപ്പോൾ വിൻ്ററിനകത്തും രണ്ടിടത്തും എവിടേക്കാണ് മഴ കിട്ടുന്നത്, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ മഴ കിട്ടും, നമ്മുടെ തമിഴ്നാട്ടിൽ മഴ കിട്ടും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ പറയാനുള്ളത്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഹോട്ട് സീസണാണ്. ഹോട്ട് സീസൺ എന്താണ്, ഹോട്ട് സീസൺ എവിടെ തൊട്ടാണ് തുടങ്ങുന്നത്, മാർച്ച് മുതൽ ഒരു മിഡ് ജൂൺ വരെയൊക്കെ ആയിരിക്കും ഹോട്ട് സീസൺ. ഓക്കെ, ജൂണിലൊക്കെ തന്നെ മഴ തുടങ്ങും, എന്നാലും നമ്മൾ പറയും ഹോട്ട് സീസണൊക്കെ മിഡ് ജൂൺ ആണ്. ഇപ്പോൾ അങ്ങനെ ജൂണിൻ്റെ ആദ്യം തന്നെ മഴ പെയ്യണം അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഹോട്ട് സീസണിനകത്തുള്ള വെതർ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഹോട്ട് സീസണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡ്രൈ വെതറാണ് ആൻഡ് എക്സസീവ് ഹീറ്റ്. അതറിയാമല്ലോ, ഡ്രൈ വെതർ ആയിരിക്കും, എക്സസീവ് ഹീറ്റ് ആയിരിക്കും, ഡ്രൈ ആയിരിക്കും അന്തരീക്ഷം. അടുത്ത് പറഞ്ഞാൽ സൺ ഷൈൻസ് ഓവർ ഹെഡ് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിൽ വരുന്ന ഒരു മാസമാണ് നമ്മുടെ ഹോട്ട് സീസൺ. ഓക്കെ, റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ ഇൻ ദ നോർത്ത് വെസ്റ്റ് റീജിയൻ. ഓക്കെ, റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ ഇൻ ദ നോർത്ത് വെസ്റ്റ് റീജിയൻ, അതായത് നമ്മുടെ രാജസ്ഥാനിലൊക്കെ ഭയങ്കര ചൂടായിരിക്കും. തണ്ടർ സ്റ്റോംസ് അക്കമ്പനിഡ് ബൈ ദ ഡസ്റ്റി വിൻഡ്സ് ആർ കോമൺ. അപ്പോൾ ചൂടും മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് ഇടിയും ഒക്കെ കാണും. ഓക്കെ, മഴയില്ലാത്ത ഇടിയൊക്കെ ഇല്ലേ, അതൊക്കെ കാണാറുള്ള സാധ്യത വളരെ കൂടുതലാണ്.
നമുക്കറിയാം മഴയില്ലാത്ത മാസങ്ങളിലൊക്കെ രാത്രിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മിന്നലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഏത് സീസണിലാണ്? ഹോട്ട് സീസണിലാണ്. അടുത്തത് ടെമ്പറേച്ചർ കണ്ടീഷൻസ് ആണ്. ടെമ്പറേച്ചർ കണ്ടീഷൻസ് ഓവർ ദ ലാൻഡ്. During the season, the temperature is very hot over the land. Hence, low pressure is created whereas the high pressure over the surrounding sea. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ച് പറഞ്ഞാൽ മതി. അതായത് കോൾഡ് സീസണിൽ ലാൻഡ് കോൾഡ് ആയിരിക്കും, പക്ഷേ ഹോട്ട് സീസണിൽ ലാൻഡ് ഹോട്ടായിരിക്കും. ആ ഹോട്ടായിട്ടുള്ള അവസരത്തിൽ ലാൻഡിൻ്റെ മേലുള്ള പ്രഷർ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഓക്കെ, കാരണം ചൂട് കൂടിയ പ്രഷർ കുറയും. ഇനി സീയുടെ കേസാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സീയിലായിരിക്കും പ്രഷർ കൂടുതൽ. ഓക്കെ, കാരണം സീയുടെ ടെമ്പറേച്ചർ കുറവായിരിക്കും, സീയിൽ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ കാറ്റ് എവിടം തൊട്ട് എവിടം ഫ്ലോ ചെയ്യും? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ എങ്ങനെയാണ്? സീയിൽ നിന്ന് കാറ്റ് എങ്ങോട്ടടിക്കും? ലാൻഡിലോട്ട് അടിക്കും. ഓക്കെ, ദ ടെമ്പറേച്ചർ ഗോസ് ടു 45 to 50 degrees Celsius in north and northwest of India and about 38 degree to 40 degrees Celsius in the south. അപ്പോൾ നോർത്തിൽ എന്താണ്? നോർത്തിൽ രാജസ്ഥാനൊക്കെ കിടക്കുന്നില്ലേ? അപ്പോൾ അത് അവിടെ എന്താണ്? 45 to 50 ഡിഗ്രി വരെ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കൂടും. പക്ഷേ സൗത്തിൽ നമ്മുടെ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും കൂടില്ല, ഒരു 38-40 ആ ഒരു റീജിയനിൽ നിൽക്കും. ഓക്കെ, പാലക്കാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല 40-42 വരെയൊക്കെ പോകും. രാജസ്ഥാനിലെ ജയ്സാൽമീർ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്, അവിടെ 50 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ പോകും. നല്ല ചുട്ടുപൊള്ളുന്ന ചൂടാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഹോട്ട് സീസണിലെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അടുത്ത് നമുക്ക് എന്ത് പഠിക്കാം? വെതർ കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് പഠിക്കാം. അതായത് എന്തൊക്കെ വെതറിനകത്തുള്ള മാറ്റം അത് നിങ്ങൾ പഠിക്കണം. ഡ്യൂ ടു ഡ്രൈ എക്സസീവ് ഹീറ്റ് വെൽസ് ആൻഡ് ടാങ്ക്സ് ആൾമോസ്റ്റ് ഡ്രൈ അപ്പ്. ഓക്കെ, wells and tanks are almost to dry up. Rivers shrink to narrow streams and diurnal variation in temperature in the interior is that. അപ്പോൾ എന്താണ് പറയുന്നത്? ഇവിടെ എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിരിക്കും അല്ലേ? അപ്പം നമ്മുടെ കിണറൊക്കെ വറ്റി വരളും എന്നാണ് പറയുന്നത്. എക്സസീവ് ഹീറ്റാണ്. ഓക്കെ, റിവറൊക്കെ എന്ത് ചെയ്യുന്നു? റിവറൊക്കെ വെള്ളമൊക്കെ നിൽക്കും. ഓക്കെ, നമ്മുടെ ഭാരതപ്പുഴയിലൊക്കെ വെള്ളമൊക്കെ നിൽക്കും. അങ്ങനെ നമ്മുടെ കിണറെല്ലാം വറ്റി വരളും എന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല ഡസ്റ്റ് സ്റ്റോംസിൻ്റെ സാന്നിധ്യമുണ്ട്. അതായത് പൊടിക്കാറ്റ് നല്ലതായിട്ട് അടിക്കും. ഡസ്റ്റ് സ്റ്റോംസ് വിത്ത് സ്ട്രോങ് വിൻഡ്സ് ആർ കോമൺ ഇൻ പഞ്ചാബ്, ഹരിയാന ആൻഡ് ഉത്തർപ്രദേശ് വേർ ദേ ആർ നോൺ ആസ് നോർവെസ്റ്റേഴ്സ് ആൻഡ് ലൂ. ഞാനിന്ന് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ പഠിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ഈ ഡസ്റ്റ് വിൻഡിനെയൊക്കെ നേരിടാൻ ഫാമേഴ്സ് ചില ടെക്നിക്ക് ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞു. അതിനകത്ത് ചില കമ്പുകളൊക്കെ എടുത്ത് കെട്ടിയൊക്കെ വെക്കുമെന്ന് ഞാൻ അന്ന് പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ? ഓക്കെ, അത് തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് പഞ്ചാബ്, ഹരിയാന പോലുള്ള സ്റ്റേറ്റുകളിൽ ഡസ്റ്റ് വിൻഡ് പൊടിക്കാറ്റ് നല്ലതായിട്ട് അടിക്കും. കാരണം രാജസ്ഥാനിലെ ആ ഭാഗത്തൊക്കെ താർ മരുഭൂമിയാണ് കിടക്കുന്നത്. അപ്പോൾ അവിടുന്ന് നല്ല പൊടിക്കാറ്റ് വന്ന് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് അടിക്കും. ഇങ്ങോട്ട് അടിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ കാറ്റിൻ്റെ പേരാണ്. ഓക്കെ, കാറ്റിൻ്റെ പേരാണ്. അപ്പോൾ ഈ കാറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ലൂ എന്ന് പറഞ്ഞൊരു കാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ പേര്, ആ കാറ്റിൻ്റെ പേരാണ് ലൂ, LOO ലൂ. ഓക്കെ, വളരെ പൊടിക്കാറ്റാണ്. ഓക്കെ, വളരെ ഹോട്ടായിട്ടുള്ള പൊടിക്കാറ്റിൻ്റെ പേരാണ് ലൂ. ഓക്കെ, അപ്പോൾ ഈ ലൂ എവിടെ അടിക്കുന്നത്? നോർത്ത് വെസ്റ്റേൺ റീജിയനിലാണ് ലൂ അടിക്കുന്നത്. ഓക്കെ, ഇനി വെസ്റ്റ് ബംഗാളിലും അസമിലും ദേ ആർ നോൺ ആസ് കാൽ ബൈശാഖി ആൻഡ് ബാർഡോ ചില റെസ്പെക്റ്റീവ്ലി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കാറ്റ് തന്നെയാണ് അങ്ങ് വെസ്റ്റ് ബംഗാളിലും അസമിലും പോകുന്നത്. പക്ഷേ അതിന് വേറൊരു പേരാണെന്ന് മാത്രം. വെസ്റ്റ് ബംഗാളിൽ അതിനെ കാൽ ബൈശാഖി എന്ന് വിളിക്കും. കാൽ ബൈശാഖി, കാൽ എന്ന് പറയുന്നത് കാൽ ബൈശാഖി എന്ന വെസ്റ്റ് ബംഗാളിലൊരു പേരാണ്. ഓക്കെ, വെസ്റ്റ് ബംഗാളിലൊരു ബൈശാഖി എന്നൊക്കെ പറയുന്നത് ബംഗാൾക്കാർക്ക് ഇടുന്ന പേരാണ്. അപ്പോൾ ബംഗാളിൽ അതിനെ കാൽ ബൈശാഖി എന്ന് വിളിക്കും, അസമിൽ അതിനെ ബാർഡോ ചില എന്ന് വിളിക്കും. ഓക്കെ, അസമിൽ അതിനെ ബാർഡോ ചില എന്ന് വിളിക്കും. അപ്പം ഈ ലൂത്തിൻ്റെ പേര് തന്നെയാണ് അങ്ങോട്ട് മാറുന്നത്. കാരണം ഈ ലൂ അങ്ങോട്ട് നമ്മുടെ പഞ്ചാബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അങ്ങ് പോകുമ്പോൾ നല്ല കുറച്ച് ഡസ്റ്റിയൊക്കെ മാറി ഒന്ന് നല്ലൊരു ക്ലിയർ ആവും. അതുകൊണ്ടാണ് അതിന് വേറെ പേരായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ദ സ്ട്രോങ് വിൻഡ്സ് കോസ് ടൊറൻഷ്യൽ റെയിൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ടു സ്റ്റാൻഡിങ് ക്രോപ്സ് ആൻഡ് പ്രോപ്പർട്ടി. നമ്മുടെ ഈ ക്രോപ്പിനെയൊക്കെ നശിപ്പിക്കുന്ന ആരാണ്? ഈ ലൂ വന്ന് നശിപ്പിച്ച് കളയും. ഓക്കെ, മാത്രമല്ല ഈ കുറച്ച് മോയ്സ്ചറും കൊണ്ടായിരിക്കും ഇത് വരുന്നത്. മോയ്സ്ചർ കൊണ്ട് വരുമ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ നല്ല മഴ പെയ്യും. അപ്പം എന്താണ്, നല്ല മഴ പെയ്യുമ്പോൾ ക്രോപ്പൊക്കെ അതിനകത്ത് നശിച്ചു പോകാൻ കാരണമാവും.
അപ്പോൾ ദാറ്റ് ഈസ് വൈ ദേ ആർ കാൾഡ് കാൽ ബൈശാഖി, ദ കലാമിലിറ്റി ഓഫ് ബൈശാഖി. കാൽ ബൈശാഖി എന്ന് പറഞ്ഞാൽ കാലൻ 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 അതായത് ബൈശാഖി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മാസമാണ്, ഏപ്രിൽ മെയ് മാസമാണ്. ഈ വൈശാഖി ഉത്സവം എന്നൊക്കെ കേട്ടില്ലേ, അത് ഏപ്രിൽ മെയ് മാസമാണ്. ആ ഏപ്രിൽ മെയ് മാസത്തിലെ കാലനാണ് ആര്, ഈ കാറ്റ്. അതാണ് അതിന് പേര് വരണം കാരണം. ബട്ട് ദിസ് റെയിൻ ഈ സമ്മർ ഈസ് ഗുഡ് ഫോർ ദ ടീ ഇൻ അസം, ജൂട്ട് ആൻഡ് റൈസ് ഇൻ ബംഗാൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചില അവസരങ്ങളിൽ ഈ റെയിൻ എന്തുണ്ട്, ഈ റെയിൻ കുറച്ച് നല്ല ഒരു സ്വഭാവം പ്രകടിപ്പിക്കാറുണ്ട്. കാരണം അവിടെ ടീയും റൈസും ഒക്കെ വിളയുമ്പോൾ, അതായത് ബംഗാളിൽ അറിയാലോ ഒരുപാട് റൈസ് കൃഷിയുണ്ട്, ഓക്കെ, നെൽകൃഷിയുണ്ട്. ബംഗാളിലെ നെൽപ്പാടങ്ങളും മാത്രമല്ല അസമിൽ ഏറ്റവും കൂടുതലുള്ളത് ടീ ആണ്, ഓക്കെ, തേയില കൃഷിയാണ്. അപ്പോൾ അതൊക്കെ വിളഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ ഈ കാറ്റ് വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷേ ചില കാലം തെറ്റി വരികയാണെന്നുണ്ടെങ്കിൽ ക്രോപ്സ് എല്ലാം നശിച്ചു പോകാനും കാരണമാകും. അപ്പോൾ ദ ലോക്കൽ വിൻഡ്സ് ആൻഡ് ഡ്രൈ ആൻഡ് ഹോട്ട് ആൻഡ് ബ്ലോ ഇൻ ദ ആഫ്റ്റർനൂൺ ബൈ മെയ് എ ലോ പ്രഷർ ഏരിയ ബിഗിൻസ് ടു ഡെവലപ്പ് ആൾ അക്രോസ് ദ നോർത്തേൺ പ്ലെയിൻ. അതത്രേ ഉള്ളൂ. അപ്പോൾ ആ കാറ്റിൻ്റെ പേര് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ലൂ, കാൽബൈശാഖി, നമ്മുടെ ബാർഡോച്ചില. അടുത്തത്, ഇനി ഇത് നോർത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് ഈ പൊടിക്കാറ്റ്. പക്ഷെ നമ്മുടെ സൗത്തിൽ എങ്ങനെയാണ്? സൗത്തിലുള്ള കാറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പേര് മാംഗോ ഷവർ എന്നാണ് അതിനറിയപ്പെടുന്നത്. ഓക്കെ, അതായത് ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മുടെ കേരളത്തിലും കർണാടകത്തിലും വീശുന്ന ആ ഒരു കാറ്റിൻ്റെ പേരാണ് മാംഗോ ഷവർ. ഓക്കെ, ഏപ്രിൽ മെയ് വിച്ച് ബ്രിങ്സ് എ ലിറ്റിൽ റെയിൻ beneficial for the early ripening of mangoes. They are called cherry blossoms in Karnataka and Tamil Nadu, beneficial for tea and coffee plants. അപ്പോൾ മാംഗോ ഷവർ എന്നാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ വീശുന്ന കാറ്റിനെ വിളിക്കുന്നത്. ഓക്കെ, ഈ വീശുന്ന കാറ്റ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, നല്ല മഴ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഈ കർണാടകത്തിലും കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ നല്ല മഴ ലഭിക്കുന്നുണ്ട്. ആ മഴ പെയ്യുന്ന പ്രദേശം എന്ന് പറയുന്നത് നല്ല മാംഗോ കൃഷിയുള്ള പ്രദേശമാണ്. അപ്പോൾ മാംഗോ ഒക്കെ ഇങ്ങനെ നല്ല പിടിച്ച് നിൽക്കുന്ന നല്ല ഒരു പാകമായി നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഈ മഴ അങ്ങോട്ട് വരുന്നത്. ഈ മഴ അങ്ങോട്ട് പെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നല്ല പഴുത്ത് തൊടുത്ത് നിൽക്കുന്ന മാങ്ങയായിട്ട് മാറും. അപ്പോൾ പിച്ചി കൊണ്ടുപോയി എന്താണ് ഡയറക്റ്റായിട്ട് വിൽക്കാൻ പറ്റും. അപ്പോൾ അതാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇതിനെ വേറൊരു പേരിൽ വിളിക്കുന്നു, അതിനെ ചെറി ബ്ലോസംസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ചെറി ബ്ലോസംസ് എന്ന് വിളിക്കുന്നു. കാരണം നല്ല ബ്ലോസം എന്ന് പറഞ്ഞാൽ നല്ല പൂവിടാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത് കൊണ്ടാണ് അതിനെ ആ പേര് വിളിക്കുന്നത്. അപ്പോൾ കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ അതിനെ ചെറി ബ്ലോസം എന്നാണ് വിളിക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ മൊത്തവും അതിനെ മാംഗോ ഷവർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് കാറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഏതൊരു സീസൺ പഠിച്ചാലും അതിനകത്തെ കാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആ കാറ്റ് നമ്മുടെ കോൾഡ് സീസണിൽ എങ്ങോട്ടാണ് വീശുന്നത്, പുറത്തോട്ടാണ് വീശുന്നത്, അതായത് ലാൻഡിൽ നിന്നും സീയിലോട്ടാണ് വീശുന്നത്. പക്ഷേ ഹോട്ട് സീസണിൽ സീയിൽ നിന്നും ലാൻഡിലോട്ടാണ് വീശുന്നത്. അതുകൊണ്ടാണ് സീയുടെ മോയ്സ്ചറും കൊണ്ടുവരുന്നത് കൊണ്ടാണ് കുറച്ച് മഴയൊക്കെ പെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ 2 സീസൺസ് നിങ്ങൾ പഠിച്ചു. ഈ 2 സീസണിലെയും നോട്ട്സ് ഇത് തന്നെയാണ്. ഓക്കെ, ഇത് തന്നെ അങ്ങ് എഴുതിയെടുത്താൽ മതി. മാത്രമല്ല ഇത് ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന പോലെ എഴുതണ്ട, ചുരുക്കി എഴുതുക. ഓക്കെ, ഞാൻ പോയിൻ്റായിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ചുരുക്കി ആ പോയിന്റുകൾ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. മാത്രമല്ല ഈ കാറ്റിൻ്റെ പേര് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.